കരിമുകൾ പ്രഭാത് റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ കൊച്ചി. You are watching 24. കൽപ്പറ്റയിലെ ജനസാഗരം രാഹുൽ ഗാന്ധിക്ക് ഹൃദയം കൊടുത്തു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത്. അവസാന ഭാഗം എന്തായിരിക്കും വയനാട്ടിലെ വരുന്ന മണിക്കൂറുകളിൽ ദിവസങ്ങളിലുള്ള പ്രധാനപ്പെട്ട പ്രചരണത്തിന്റെ വിഷയങ്ങൾ. 3 മിനിറ്റും 30 പേരുമുണ്ട്. വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. പെട്ടെന്ന് എന്താണ് കൽപ്പറ്റയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം? പെട്ടെന്ന് പറയണം. അര മിനിറ്റ് ഇല്ല. ആയിക്കോട്ടെ, പറഞ്ഞോ. വയനാട് കാർഷിക മേഖലയായിരുന്നു പണ്ട് കുറെ വർഷങ്ങളായിട്ട്. കാർഷിക മേഖല തകർന്നു സാർ. വിദർഭ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ ഇവിടെയുള്ളേ കർഷകര്. ഇപ്പൊ ടൂറിസം സാർ, ടൂറിസത്തിന്റെ പ്രതിനിധിയായിട്ട് ഒരാൾ ഇവിടെ സംസാരിച്ചില്ല. അതുകൊണ്ടാ വന്ന തന്നെ. ഇപ്പോ 8 വർഷമായി നമ്മളെ ആ റോഡ് പൂട്ടിയിട്ട് ഒരാളും ഇതിൽ നിന്നില്ല. ഇപ്പോ പിന്നെ നമ്മളെ ഈ എക്കോ ടൂറിസത്തിന്റെ പേരിൽ കപട പരിസ്ഥിതിവാദികൾ എന്ന് പറയും. ഞാൻ അങ്ങനെ പറയൂ. അവര് ഇപ്പോ കുറെ ടൂറിസം ഡെസ്റ്റിനേഷൻ പൂട്ടി സാർ. ഇത് എക്കോ ടൂറിസം ഭാഗമായിട്ടല്ല. പരിസ്ഥിതി വിഷയം ടൂറിസം ചർച്ച ചെയ്യണം. ഇവിടെ പെട്ടെന്ന് ഇരുന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് പറഞ്ഞാൽ മൈക്കിൽ കിട്ടും. എനിക്കിവിടെ ചോദിക്കാനുള്ളത് ഇടതുപക്ഷത്തിനോടും NDAന്റെയും നേതാക്കന്മാരോടാണ്. അതായത് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞിട്ടുള്ളതിന് വ്യത്യസ്തമായി ഇവിടെ നിങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ നാട്ടിലെ ഈ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ നിങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തി പിടിച്ചുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് വോട്ട് ചോദിക്കുന്നില്ല? നിങ്ങൾ ഇപ്പോഴും ഈ ഭരണപരാജയം മറച്ചു വെക്കുന്നതിന് വേണ്ടി ഇവിടെ സ്ഥാനാർത്ഥികളുടെ മത്സരത്തെ കുറിച്ച് മാത്രം പറയുകയാണ്. സന്ദേശമാണ് നൽകുന്നതിനെ കുറിച്ച് മാത്രം പറയുന്നു. പിന്നെ ഒരു കാര്യം, ഇവിടെ BDSന്റെ ഒരു ബഹുമാനപ്പെട്ട നേതാവ് നേരത്തെ പറയുകയുണ്ടായി, ഇവിടെ തുഷാർ വെള്ളപ്പള്ളി ഇവിടെ ജയിക്കുമെന്ന് പറയുന്നു. ഒന്ന് ചോദിക്കട്ടെ സാർ, തുഷാർ വെള്ളാപ്പള്ളിയുടെ അച്ഛനോട് തുഷാർ വെള്ളപ്പള്ളി ഇവിടെ വയനാട്ടിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞത് ആടുകുത്തി ചാവുന്നതിനേക്കാളും നല്ലത് ആനുകുത്തി ചാവുന്നതല്ലേ നല്ലതെന്നാ ചോദിച്ചത്. ജനാധിപത്യ മുന്നണി രാഹുൽ ഗാന്ധിയെ തോപ്പിക്കുമെന്നൊക്കെ വലിയ വിടുവായിൽ പറഞ്ഞു. അവര് കേന്ദ്രത്തിലേക്ക് ആകെ മത്സരിക്കുന്ന 60 സീറ്റിലേക്കാണ്. അവസാനമുള്ള കണക്ക് പ്രകാരം 60 സീറ്റിൽ വട്ടപൂജ്യമാണ് അവർക്ക് ലയിക്കാൻ പോകുന്നത്. ഈ വരുന്ന വട്ടപൂജ്യം വെച്ചിട്ടാണ് അവർ BJP എതിർക്കാൻ പോകുന്നത്. അതുപോലെ ഞങ്ങൾ BJPക്ക് അൽഫോൻസ് കണ്ണന്താനത്തെയോ മോട്ട് മന്ത്രികളെയോ ഒന്നും കൊടുത്തിട്ടില്ല. അല്ല, എനിക്കിവിടെ പറയാനുള്ളത് BJPയുടെ ആളാണ് ചോദിക്കാനുള്ളത്. നിങ്ങളെ 24 ബ്രേക്കിംഗ് ന്യൂസിൽ ഒരു സ്ട്രോൾ കാണിക്കുന്നുണ്ട്. അദ്വാനിക്ക് സീറ്റ് നിഷേധിച്ചു. അപ്പൊ അദ്വാനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയും വൈരുദ്ധ്യങ്ങളെയും ബഹുമാനിക്കണമെന്നാണ്. വിയോജിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കരുത്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് BJP? നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അനന്തകുമാർ. പറയാനുള്ള അവസരം വേണം. അദ്വാനിയും മുരളി മനോഹർ ജോഷിയൊക്കെ ഞങ്ങൾ അങ്ങേറ്റം ബഹുമാനിക്കുന്ന ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഫൗണ്ടർമാരാണ്. അവർ അങ്ങേറ്റം ബഹുമാനിക്കുന്നു. അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്ന നേതാക്കന്മാരാണ്. പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്. ഒരു മിനിറ്റ് ബഹുമാനത്തോടെ അവര് നരേന്ദ്രമോദിയുടെ ഭരണത്തെ നോക്കിൽ കാണുന്നവരാണ്. നരേന്ദ്രമോദിക്ക് അദ്വാനിയുടെ പ്രതികരണത്തെ കുറിച്ച് അത് പല ചാനലുകളില് മീഡിയക്കാര് ഇത്തരം പല കാര്യങ്ങളും വരും. അദ്വാനി അല്ല ഇവിടെ അതല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം അതല്ല. ഞാനൊരു കാര്യം പറയട്ടെ. അല്ല അദ്വാനിയെ സംബന്ധിച്ച് നിരവധി കാലം പാർലമെന്റ് പ്രേരിച്ചിട്ടുള്ള MP ആണ്. അദ്ദേഹം നിലവിൽ എത്ര വോട്ടിന് ഭൂരിപക്ഷം നിങ്ങൾ പ്രവചിക്കുന്നത്? വലിയ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിന്ന് രാഹുൽ ഗാന്ധി വിജയിപ്പിക്കും. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടെ ഇവിടുത്തെ സമസ്ത ജനങ്ങളുടെയും പിന്തുണയുണ്ട്. അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലെത്തണം. കർഷകരുടെ പ്രശ്നം, ഇവിടെ മെഡിക്കൽ കോളേജ് ആരംഭിക്കാൻ, വയനാട് ചുരത്തിന് ബദൽ റോഡ്, ഒട്ടേറെ വിഷയങ്ങൾ വയനാട്ടിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്താനുണ്ട്, ഡൽഹിയിലേക്ക് എത്താനുണ്ട്, ഇന്ത്യ ശ്രദ്ധിക്കാനുണ്ട്. വയനാട് ഇന്ത്യയെ ശ്രദ്ധിക്കണം എന്ന് തന്നെ ആ കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ആരിലൂടെ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഈ തെരഞ്ഞെടുപ്പ് നൽകുമെന്നാണ് പ്രതീക്ഷ. കൽപ്പറ്റയിൽ നിന്നും എൻകൗണ്ടർ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. You are watching 24 from News Headquarters, Kochi.